അനുദമിക്കുന്ന ഭാവി സങ്കേതമായ നിങ്ങളുടെ പ്രവർത്തനായി പരിചയനെ ആശീർവദിക്കണമേ. ഈ ജനത്തെ ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെ പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങ് ഭഗവാൻ ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയിലെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അനുവിരിയുന്നു. കർത്താവിനെ സ്നേഹിതരുടെ മേൽ എന്റെ അനുഗ്രഹമുണ്ടായിരിക്കുക. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ എന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിനാഥത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നൽകിയിരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതങ്ങൾ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യരോ മനുഷ്യരും കൂട്ടുന്നു. ആർക്കു വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ എന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ നിങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവന് സ്തുത്യർഹനമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമധികമണയ്ക്കുന്നു. ഭക്തിയിൽ ശരണം നീരല്ലോ. ലോകം വ്യക്തം സർവേശ ഞങ്ങൾ കരുളുക ജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. തിരുവാക്യങ്ങൾ ശാന്തി
കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി ഓരോരോടും മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ രക്ഷകനായ ദൈവമേ, രാവും പകൽ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശിഷ്യയുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവൻ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവ് ആകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ നിങ്ങളെ സൃഷ്ടിക്കുകയും അതിന്റെമായ കൃപയാൽ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമൂല്യമായ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും ഗണങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവോത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, ഇത് ദിവസത്തിൽ നിന്റെ മഹത്വത്തിന് പ്രതിയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദാസമരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ കൊടുക്കുന്നവനുമായ മിശിഹായെ, നിരദാസന്റെ പാപങ്ങൾ കൊടുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന്റെ ആദ്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ഋതുദേവൻ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുഖകരവനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും
പരിശുദ്ധാത്മാവായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനാ എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങി മാറി ഇളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സരതമലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഭവനത്തിലെ കർമ്മങ്ങൾ അവസാനിച്ചു. നാം ഇനി വിരാമയാത്രയായി ദേവാലയത്തിലേക്ക് പോകുന്നു. എന്റെ സഹോദരനെ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ
നന്മകൾ കൊത്തതുപോൽ ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ. നിന്റെ നന്മകൾ കൊത്തതുപോൽ വിട്ടുപോകുന്നു ഞാനീ ദേശം. അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ. നാം ഇന്ന് ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം മധ്യേ സർവമഞ്ചത്തിൽ കിടന്നുകൊണ്ട് നമ്മൾ യാത്ര ചോദിക്കുന്ന പ്രിയങ്കരനായ ജോൺ പട്ടാളത്തിൻ്റെ അവസാനമായി ഒന്നുകൂടി കാണുകയാണ്. ഒരു ഫെയർവെൽ മീറ്റിംഗ് പോലെ നമുക്കിപ്പോൾ തോന്നുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപരിപാലനയിൽ വളർന്നു വന്ന ഈ മകൻ കർത്താവായ യേശുവിൻ്റെ പാദങ്ങളെ അനുകരിച്ചുകൊണ്ട് വിശ്വസ്തനായ ഭക്തൻ അല്ലെങ്കിൽ വിശ്വാസി എന്നുള്ള നിലയിൽ നടന്ന് പൂർത്തിയാക്കിയ പ്രിയപ്പെട്ട മകൻ പരിശുദ്ധാത്മാവിൻ്റെ തികവിൽ നിന്നുകൊണ്ട് ദൈവസ്നേഹം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വിശുദ്ധി എന്തെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ തൻ്റെ സ്വന്തം ജീവിതവും സ്നേഹവും വിശുദ്ധിയും നല്ലതായിരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ജീവിച്ചു. ഇങ്ങനെയെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ അവസാനം 72 വയസ്സ് പൂർത്തിയായതോടെ അവസാനിക്കുകയാണ്.
ഈ അവസരത്തിൽ എന്നെ മധ്യമായി വേദനിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, മേരിക്കുട്ടി യോവാൻ, പ്രിയ പത്നി ജോയിസ് മരിയ ആൻഡ് അഭിലാഷ്, ജിമ്മി, സോന, ജെറി, റെമി, ഏക സഹോദരി അന്നമമുട്ടായി മേരിയിടം, ഇത്രയും പേര് നമ്മൾ വേർപിരിഞ്ഞ ഈ ജോലിനോട് ഏറ്റവും അടുത്തവരായി ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ്. തട്ടാമക്കൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് മരിച്ച് പോയ കാരണവന്മാരൊരു വലിയ നിലയുണ്ട്. ദൈവവിശ്വാസത്തിലും സനാതനമായ തത്വത്തിലും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം എന്നുള്ള ഒരു വലിയ നാമധേയം ഈ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ട്. മാതാപിതാക്കൾ നേടിയെടുത്ത ആ പേര്, ആ ജീവിത മാതൃക മക്കളും സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് ആകാവുന്നിടത്തെല്ലാം അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഏത് രംഗത്തായാലും ആകാവുന്ന വിധത്തിലെല്ലാം കാരണവന്മാരെന്ന കൈമുതലായി കിട്ടിയ ആ പാരമ്പര്യം മുതൽ സൂക്ഷിക്കുവാൻ അവർ പരിശ്രമിക്കുന്നവരാണ്. യഥാർത്ഥമായ ദൈവവിശ്വാസം, പരസ്പരമായ സഹോദര സ്നേഹം, അതുപോലെ മറ്റുള്ളവരോടും നാട്ടുകാരോടും ലോകത്തിൽ അവരിടപെടുന്ന ആരോടും സ്നേഹത്തോടും സൗമനസ്യത്തോടും കൂടി ഔദാര്യത്തോടും കൂടി പ്രവർത്തിക്കുവാനുള്ള സന്മനസ് ഈ തട്ടാമറ്റൻ കുടുംബത്തിലെ ഓരോ അംഗത്തിനും കൈമുതലാണ്. എന്നാൽ ഇതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ഏതാണ്ട് അവസാനത്തെ കണ്ണിയെ ഞാൻ പറയുന്നില്ല എങ്കിലും പ്രായോഗികമായിട്ട് അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇവർ 5 സഹോദരന്മാരുണ്ടായിരുന്നതിൽ അവസാനത്തെ സഹോദരനും ഇപ്പോൾ ഇവിടെ പറയുകയാണ്. കുടുംബത്തിൽപ്പെട്ട മറ്റ് കാരണവന്മാരായിട്ട് അല്ലെങ്കിൽ ജോണിൻ്റെ പ്രായത്തോട് കൂടി ചേർന്ന അവർ ധാരാളം പേരുണ്ട്. എങ്കിലും ഒരു വലിയ പിതാവിനടുത്ത സ്ഥാനവും ഒരു നേതൃസ്ഥാനവും അദ്ദേഹം അലങ്കരിക്കുന്നുണ്ടായിരുന്നു. കുടുംബത്തെ നേർവഴിക്ക് നയിക്കുവാനുള്ള ഒരു വലിയ ചുമതല ഏറ്റെടുത്തുകൊണ്ട് തന്നാലാകാവുന്ന രീതിയിൽ ദൈവത്തിൻ്റെ കൈത്തിരി അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ കൈത്തിരിയായി കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും ലോകത്തിനും തന്നെയും ജീവിച്ചു എന്നുള്ള അഭിമാനത്തോടു കൂടി യാത്ര പറഞ്ഞു പോകുന്ന ഈ സഹോദരനെ കുറിച്ച് എന്ത് പറയണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ വീണ്ടും എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന വാചകം നമ്മൾ പലപ്പോഴും കേട്ട് ആരംഭിച്ച അത് തന്നെയാണ്. അതായത് പൗലോസ്ലീഹ പറഞ്ഞ വാചകങ്ങൾ തന്നെ മുടിയണിയിച്ച അവസരത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞത് പൗലോസ്ലീഹയാണ്. പൗലോസ്ലീഹ ആരംഭത്തിൽ ഒരു ശരിയായ ക്രിസ്തു വിരോധിയായിരുന്നു. ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നതിന് വേണ്ടി, അവരെ പിടിച്ച് വധിക്കുന്നതിന് വേണ്ടി കുതിരപ്പുറത്ത് വാളുമേറ്റിക്കൊണ്ട് യാത്ര ചെയ്ത സാവോൾ നമുക്കറിയാം. അദ്ദേഹമാണ് കർത്താവായ യേശുവിന്റെ പ്രത്യേക ഇടപെടലിൽ പിന്നീട് പൗലോസായിട്ട് മാറിയത്. തന്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ച അദ്ദേഹം ആ തെറ്റിനെല്ലാം പരിഹാരം ചെയ്യുവാൻ ശേഷിച്ച ജീവിതം വിനിയോഗിച്ചുകൊണ്ട് ലോകത്തെല്ലായിടത്തും പ്രത്യേകിച്ച് പുറജാതികളിടയിൽ, അതാണ് യഹൂദന്മാരെല്ലാത്തവരുടെ ഇടയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് താൻ ആരെ ദ്രോഹിച്ചുവോ ആരെ ക്രൂശിച്ചുവോ ആ ക്രിസ്തുവിനെ തന്നെ പ്രഘോഷിച്ചുകൊണ്ട് ജീവിച്ച വലിയ പ്രവാചകൻ, അല്ലെങ്കിൽ വലിയ ഒരു സ്ത്രീഹ, അല്ലെങ്കിൽ ഏറ്റവും വലിയ 12 അപ്പസ്തലന്മാരെ വരെ തന്നെ തുല്യസ്ഥാനമുള്ള ഒരു അപ്പസ്തോലൻ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ വളരെ വ്യക്തമായിട്ട് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഐ ഹാവ് കോമ്പീറ്റഡ് വെൽ എന്നാണ് ഇംഗ്ലീഷ് പറയുക. അതായത് ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. എന്താണ് ഈ യുദ്ധം? വാളെടുക്കാതെ, അദ്ദേഹം ഒന്ന് വാളെടുത്തു, പക്ഷെ വാൾ താഴെടുത്തിട്ട് പിന്നെ വാളെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ യുദ്ധം സത്യത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. അധർമ്മത്തിനെതിരായിട്ട് നീതിയോടുകൂടി ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതോടുകൂടി ആ വെളിച്ചം ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുക്കുവാൻ, എല്ലാ ഇടങ്ങളിലും കടന്നു ചെല്ലുവാൻ അദ്ദേഹം യുദ്ധസേനാനിയുടെ ധൈര്യത്തോടുകൂടി തന്നെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ജീവിക്കേണ്ടി വരുന്നു.
അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഐ ഹാവ് competed well. നല്ല ഭംഗിയായിട്ട് ഞാൻ യുദ്ധം ചെയ്തു. ഐ ഹാവ് finished the race. എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഐ ഹാവ് kept the faith. എൻ്റെ വിശ്വാസം ഞാൻ ഭംഗിയായി സൂക്ഷിച്ചു. അതുകൊണ്ട് from now on the crown of righteousness, നീതിയുടെ കിരീടം, awaits me, which the Lord the just judge will award to me on that day. നീതിയുടെ ന്യായാധിപനെ കർത്താവ് എനിക്ക് തരുവാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ കിരീടം ഞാൻ എടുക്കുവാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്നെ ഈ കാര്യങ്ങൾ അനുകരിക്കുവാൻ അദ്ദേഹം പറഞ്ഞു എന്ന വഴിയിൽ നമ്മുടെ പ്രിയങ്കരനായ ജോണും ഏതാണ്ട് ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതശൈലിയും ഇത് തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ ആലപ്പാട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഐ ഹാവ് competed well. ജീവിതത്തിന്റെ ആരംഭം മുതൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന് വളരെയധികം ബുദ്ധിമുട്ടുകളോടുകൂടി തന്നെ ജീവിച്ച അദ്ദേഹം സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആകാവുന്നത്ര സത്യയോടുകൂടി പഠിച്ച് മിടുക്കനായിട്ട് ജയിച്ച് അദ്ദേഹം ഡിഗ്രി എടുത്ത് ഒരു അധ്യാപകനായി അതിനുശേഷം വീണ്ടും ഉയർന്നു. അദ്ദേഹം കുവൈറ്റിൽ എത്തുവാൻ സാധിച്ചു. ഞാൻ ലഭിക്കുകയാണ്. അവർ നല്ല ജോലിയിലെത്തി. വീണ്ടും അധ്യാപക ജോലിയിൽ അതുപോലെ ജനങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് കുവൈറ്റിലെ മലയാളി അസോസിയേഷൻ നേതൃത്വം വഹിച്ചുകൊണ്ട് അതുപോലെ അവിടെയുള്ള പ്രത്യേക കരിമൂന്നങ്ങാരെ പ്രത്യേക സ്നേഹത്തോടെ കടാക്ഷിച്ചുകൊണ്ട് ഒരു നല്ല പ്രസ്ഥാനത്തിന് തുടക്കം കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുടുംബത്തിലെ കാരണവന്മാരെന്ന് കിട്ടിയിരിക്കുന്ന ആ ധാർമ്മിക മൂല്യങ്ങളും വിശ്വാസവും കൈമുതലാക്കി സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ വെളിച്ചം എവിടെയെല്ലാം പെടുത്താമോ എങ്ങനെയെല്ലാം വ്യാപിപ്പിക്കാമോ അതിന് സഹായമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു നല്ല കഠിനാധ്വാനിയായിരുന്നു. വിശ്വസ്തയോടുകൂടി ഏത് ജോലിയും ചെയ്യുക എന്നത് കൃത്യനിർവഹണത്തിൽ വളരെ താല്പര്യത്തോടുകൂടി അദ്ദേഹം ജീവിച്ചു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി തന്നെ അദ്ദേഹം പ്രവർത്തിക്കുവാൻ പ്രത്യേകം എല്ലാവരുടെയും അഭിനന്ദനം പിടിച്ചു പറ്റുവാനുമായ രീതി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതായത് സനാതന മൂല്യങ്ങളെ പിടിച്ചുകൊണ്ട് ധാർമ്മികമായ ഒരു ജീവിതം മാതാപിതാക്കൾ തന്നെ കാരണവന്മാരുടെ വീട്ടിൽ പോകാനാണ്. അതുപോലെ പരോപകാരപ്രദമായ കാര്യത്തിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് എന്നോട് എനിക്ക് പറയുകയാണ്, ഞാൻ ചെയ്യുന്നത് പരസ്യപ്പെടുത്താറില്ല എങ്കിലും ഞാൻ ധാരാളം ചെയ്യുന്നുണ്ട്. അത് പരസ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. എന്നാൽ ചിലർ അറിയുന്നുണ്ടായിരിക്കാം. എങ്കിലും അറിയാതെ ധാരാളം പേരെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ ഒരു പരോപകാര താല്പര്യം അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഇടവക ജീവിതം എന്ന് പറയുന്നതും ഇവിടെ നിന്ന് മാറിപ്പോയ വികാരിമാരെല്ലാവരും പറയും, ഇന്നുള്ള വ്യാരീച്ചനും പറയും, അദ്ദേഹം ഈ ഇടവകയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. ഏത് ബുദ്ധിമുട്ടുണ്ടായാലും വികാരിമാരെ പ്രത്യേകിച്ച് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സമീപിക്കാവുന്ന ചുരുക്കം ചെലവിൽ ഒരാളായിരുന്നു ജോണെന്ന് തീർച്ചയായും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം എവിടെയെല്ലാം ഏതെല്ലാം തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ സമൂഹത്തിൽ നന്മ ചെയ്യുവാൻ സാധിക്കുമായിരുന്നു അതെല്ലാം ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നാട്ടാർക്കും അതുപരിയായ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് നമുക്കെന്നറിയാം, ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കട്ടാമറ്റൻ കുടുംബത്തിലെ അംഗങ്ങളെ മിക്കവാറും 99% പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ യോണപ്പാപ്പനെ ഞങ്ങൾക്ക് മറക്കുക സാധ്യമല്ല. അദ്ദേഹത്തിന്റെ വേർപാട് എല്ലാവർക്കും വേദനാജനകമാണ്. അതുകൊണ്ട് അവരെല്ലാം മുകളിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ കുടുംബത്തോടുകൂടി നമുക്കിന്ന് നമ്മുടെ അനുശോചനം അറിയിക്കാം. ഈ കുടുംബത്തിലെ ഓരോ അംഗത്തോടും നമ്മുടെ അനുശോചനം നമുക്കിന്ന് അറിയിക്കാം. നാട്ടുകാരായിരിക്കും നമ്മൾ, പ്രത്യേകിച്ച് ഇടവക്കാരായിരിക്കും നമ്മൾ ഈ കട്ടാമറ്റ കുടുംബത്തോട് പ്രത്യേകിച്ച് ജനാദ്യം പറഞ്ഞതുപോലെ ജോണിന്റെ പ്രിയപ്പെട്ട ആപത്തിയോടും മക്കളോടും സഹോദരിയോടും നമുക്ക് അനുശോചനം രേഖപ്പെടുത്താം. പിതാവായ ദൈവത്തിന്റെ പരിപാലന ഈ സഹോദരനെ നിത്യകിരീടം അണിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് കർത്താവിരിക്കുന്നത് പോലെ കർത്താവിന്റെ വലതുഭാഗത്തിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നിലയിലേക്ക് ഒരു സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കണമേ. ഇതുവരെയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പാർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വരിക അതിന് പരിഹാരമായിട്ട് നാം ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സ്നേഹവും നമ്മുടെ ആദരവും നമ്മുടെ ബഹുമാനവും ഇനി നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾ മാത്രമല്ല, തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗവും ഈ സഹോദരന് വേണ്ടി കൊടുക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ
ഈ കുടുംബാംഗങ്ങൾക്ക് ആത്മാർത്ഥമായ അനുശോചനം അറിയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം ഇദ്ദേഹത്തെ നിത്യകിരീടം അണിയിച്ച് നിത്യപർദീസായിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമകിലർക്കും ജീവനം അതുപോൽ ശരണവും അരുളിയിടാൻ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാദൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃതരുടേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മറിയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. പ്രവാസം വിളിച്ചു മേഘത്തേൽ നാഥനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകം. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. മരണവും കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്നു നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സത്യത്തിലുള്ള ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാകട്ടെ. മരിച്ചവരെ കേൾപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാ അവരോടുകൂടെ ഇയാൾ തന്റെ വാഗ്ദത്തം നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യമുള്ള ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യമുള്ള ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാന പ്രതീക്ഷിക്കുകയും മനുഷ്യരെ ഏൽപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാണ് ഈ ആകാശത്തിന്റെയും ഭൂമിയിലെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനത്തിലേക്ക് യാത്ര പറയും. മാമോദീസായെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയിൽ ആത്മാവിനെ മോഷിപ്പിക്കുകയും മറ്റു ഉപദാസങ്ങളാൽ ആത്മാവിന്റെ ഭാഗം ചൊല്ലുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവാദേവിയെ ഞാൻ നിന്റെ വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയമായ പുരോഹിതരെ ദൈവഭക്തങ്ങളാൽ ഈ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിന്നിൽ നടന്നു പോകുന്നവരെ എന്റെ സ്നേഹത്തിൽ നിങ്ങളോട് ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ നമ്മെ സൃഷ്ടിക്കുകയും അനന്തരാകുകയും മനഃശേഷം വിചാരിച്ച് അക്ഷരാകുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ഈ വിധമിടയിൽ
അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മനുഷ്യനെ ശ്രദ്ധിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറും എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും വിശുദ്ധ പ്രവാനിയാൽ പരിവിഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തമായ ഈ ശരീരത്തിന് നിന്റെ ദൈവനാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ തളിക്കുക, ഞങ്ങൾ മരനാകും. അതിനെ കഴുകാൻ അതിനേക്കാൾ കഴിയുന്നവനാകും. നിന്റെ അനുഗ്രഹത്തിന്റെ ദിവചനത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കുമാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന് മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വർദ്ധഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉപദേശങ്ങൾ അത്യുന്നത ദൈവത്തിന്റെ ന്യാസങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ, ഞാൻ പ്രകൃതിക്കും മഹിമയുടെ അന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവർക്ക് ഫലമായേ കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുയരം നൽകുന്നു. ആകാശമേ ഗോത്രവും താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ പതനായുസ്സും. അവരാണ് കീർത്തനങ്ങൾ പാടും മൃഗരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ ണം ജീവൻ നൽകി മഹോന്നതമോ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു ഉയർത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ,
ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഘോഷിക്കുവിൻ. സർവ്വേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിക്ക് പുറത്തു വിടുന്നവളെ വിശദീകരിച്ച കർത്താവേ, നീ എന്റെ കർത്താൻ മരിച്ചവനെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ കൂടെ സ്വർഗ്ഗത്തിനെ സ്തുതിക്കുവാനവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരിച്ചവരെ വ്യാപിക്കുന്നവനും അവർ നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, ഇനി ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമേളും വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമേളും വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. പറയാത്തവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമുഴുവെല്ലറിപ്പെടുന്നേക്കും മനുജനുഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമേഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനെ നിന്നെ കേൾക്കും മനുജനുഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമേഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. പരിശുദ്ധനെ അർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ നിന്നോട് പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. പരിശുദ്ധനെ അർപ്പിക്കുന്നവനെ എന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ഉല്ലാസമേർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മനുഷ്യരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ യാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ കൂടി ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർത്തും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ബോധത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഭവിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു.
കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ. എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ. എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പോകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ.
പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ. കാമകോപലോഭമോഹമൊക്കെ നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപി നിങ്ങൾ എന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ